ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനസ് ബ്യൂട്ടി ടിപ്സ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഈ ഒരു ചെടിയുടെ ഇല പൊടിച്ചതാണ്. ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, ഭൃംഗരാജിൻ്റെ ചെടിയാണ്. അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഇഷ്ടംപോലെ ഭൃംഗരാജ് ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പറിച്ചെടുത്തതാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെടി ഒരുപാട് എന്താ പറയുക ഗുണങ്ങളുള്ളൊരു ചെടിയാണ് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. ഹെയറിൻ്റെ മിക്ക പ്രശ്നങ്ങൾക്കും, മുടി കൊഴിച്ചിലിനും താരനും എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഈ ഒരു ചെടി വളരെ നല്ലതാണ്. അപ്പോൾ ഭൃംഗരാജിൻ്റെ ഒരു ഹെയർ പാക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതിന് ഞാൻ ഭൃംഗരാജിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. അതായത് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച പൗഡറാണ് എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഭൃംഗരാജിൻ്റെ ചെടി ഉണ്ടെന്നാണെങ്കിൽ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഉണക്കാനൊന്നും ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് തൈരാണ്. ഒരു 3 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആ ഒരു ആവശ്യത്തിന് ചേർക്കുക. ഒരുപാട് ലൂസാണെങ്കിൽ അധികം വേണ്ടി വരില്ല. കുറച്ച് കട്ടിയുള്ള തൈരാണെന്നാണെങ്കിൽ കുറച്ചധികം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഭൃംഗരാജിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ചേർത്ത് കുറുക്ക് പോലെ ആവണ്ട, കാരണം നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഒരുപാട് കുറുക്ക് പോലെ ആയിക്കഴിഞ്ഞാൽ, ഭയങ്കര പേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് തലയോട്ടിയിൽ തേക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ, ഒരു ഏകദേശം ഒരുപാട് കുറുക്കുമല്ല ഒരുപാട് ലൂസുമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ തലയിലെ താരൻ മാറാനും, മുടി നന്നായിട്ട് ഡാർക്ക് ആവാനായിട്ടൊക്കെ, അതായത് നരയൊക്കെ മാറി നന്നായിട്ട് ഡാർക്ക് ആവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഭൃംഗരാജിൻ്റെ ഹെയർ പാക്ക്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. ഇതിൻ്റെ 1 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട്, നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് നാരങ്ങ. അതുപോലെ തന്നെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റൺ ചെയ്യാനും സോഫ്റ്റൺ ചെയ്യാനും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് നാരങ്ങയുടെ നീര് തലമുടിയിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല താരൻ മാറാനും നാരങ്ങ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതാണ്ട് 1 ടീസ്പൂണോളം നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയർ പാക്ക് തലയോട്ടിയിൽ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ വിരലുകൾ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കാസ്റ്റർ ഓയിലാണ്. ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കാം. കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കാസ്റ്റർ ഓയിലാണ് ചേർക്കുന്നത്. കാസ്റ്റർ ഓയിൽ മുടി റീഗ്രോ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാസ്റ്റർ ഓയിലാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെയധികം മുടി കൊഴിയുന്നവർക്കും അതുപോലെ തലയിൽ താരനുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്കാണിത്. നന്നായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. അതുപോലെ എന്താ പറയുക, മുടിയിലെ താരൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ, പേൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് കൂടുതലും തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെ തേക്കുന്നതാണ് കുറച്ചും കൂടി ഉത്തമം. ഇപ്പോൾ ഞാൻ രാവിലെയാണ് തയ്യാറാക്കുന്നത്. ഞാൻ എന്താ പറയുക, ഒരു തലേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തലേ ദിവസം ചെയ്തു വെക്കാം. ഇപ്പോൾ തൈരിന് പകരം നമുക്ക് തൈരില്ലെന്നാണെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിലും ഉപയോഗിക്കാം. കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. തൈര് പോലെ തന്നെ കഞ്ഞിവെള്ളത്തിന് നല്ലൊരു ഗുണങ്ങളുള്ള ഒന്നാണ്. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം. അപ്പം നമുക്ക് കഞ്ഞിവെള്ളം ആണെങ്കിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കയ്യിൽ ഭൃംഗരാജിൻ്റെ ഇലയുണ്ട്, പക്ഷേ അത് ഉണക്കി പൊടിച്ചെടുക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ എന്നെ പോലത്തെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്യുക, ഈ ഭൃംഗരാജിൻ്റെ ഇല തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ തൈരിൽ കുതിർത്തി വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് തലയിൽ തേച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.